ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാനൊരു 5 തേങ്ങ ചിരകി വെച്ചതാട്ടോ. സോറി, 5 തേങ്ങയിൽ ഓരോ ബോക്സിൽ 4 തേങ്ങ പ്രകാരം ചിരകിയത്. 2 തേങ്ങ സമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ 10 തേങ്ങ ചിരകിച്ചതാണ്. ഒരാളെ വിളിച്ചാണ് ചിരകിക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ അത് വൈകുന്നേരമാണ് മഗ്‌രിബ് കൊടുക്കുന്ന സമയത്തായപ്പോൾ ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചു. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ സാധാരണ നമ്മൾ കയ്യിലോണ്ട് കോരിയെടുത്താൽ എങ്ങനെ കിട്ടണോ ആ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് രാവിലെ ആകുമ്പോഴേക്കും ജസ്റ്റ് ഇതേമാതിരി ഒന്ന് കട്ടായിട്ടുണ്ടാവും. അങ്ങനെ ആയി വരണം. അതിന് ശേഷം നമുക്കത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിട്ട് പൊടിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇങ്ങനെ ആ ബോക്സിലേക്ക് അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കൊണ്ട് കോരിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ ഇതിൽ ഞാനുള്ള കഷ്ണങ്ങളൊക്കെ വേറെ മാറ്റി വെക്കുകയാണ് സമ്മന്തിപ്പൊടിക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങ കൊട്ട കഴിഞ്ഞതുകൊണ്ട് കൊട്ട പറഞ്ഞാൽ ഇപ്പോൾ തേങ്ങ ഇട്ടിട്ട് കുറച്ചായിട്ടാണ്. അപ്പോൾ നമ്മൾ തൊടുന്ന് കിട്ടുന്ന തേങ്ങയാണ്. വീണ എന്ന് വെച്ചാൽ കുറച്ച് വാടികാണ്ട് വീവൂലേ, ഉണക്കം വന്ന് കണ്ട് അങ്ങനത്തെ തേങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ കൊട്ട ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്ത് ഇതൊന്ന് നല്ലോണം പൊടിച്ചിട്ട് അതേ ബോക്സിലേക്ക് തന്നെ വെച്ചിട്ട് പിന്നെ ഫ്രീസറിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ 2 ബോക്സത്തും ഒന്ന് മാറ്റിക്കാണ്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ 2 ബോക്സത്തും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോരിയിട്ടുണ്ട് വെച്ചാൽ ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ കോരിയെടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഉള്ള പരിപാടി കേട്ടത്. അപ്പോൾ ചോറൊക്കെ വെന്ത് ചായയും കടിയൊക്കെ അതിൻ്റെ അടിയിൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഓട്ടപാത്രത്തിൻ്റെ അടിയിൽ ഒരു വലിയൊരു പാത്രം വെച്ചാൽ നമുക്ക് ആ കഞ്ഞിവെള്ളം യൂസ് ആവുമല്ലോ. അപ്പോൾ അത് വേണ്ടിയിട്ട് വലിയൊരു ഓട്ടപാത്രത്തിലേക്ക് ചോറിങ്ങനെ കോരിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ചോറിൻ്റെ മേലെ പിന്നെ ഞാൻ തളിച്ച വെള്ളം ഒഴിക്കും. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് യൂസാട്ടപ്പോൾ പണിക്കാരുണ്ടായതുകൊണ്ട് പണിക്കാർക്ക് പണിയെടുക്കുന്ന സമയത്ത് കുടിക്കാൻ ഒരു പാട്ടിയിലും, അതേപോലെ ഉമ്മാക്ക് സാരിയിൽ മുക്കാൻ, പിന്നെ ഇവർക്ക് കഞ്ഞിക്കുള്ള കഞ്ഞിവെള്ളം, അതേപോലെ ചോറുക്ക് കുടിക്കാൻ കാക്കാക്കും സിഫൂനും ചോറുക്ക് കുടിക്കാനുള്ള കഞ്ഞിവെള്ളം. അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചു. പിന്നെ സാമ്പാർക്കുള്ള ഒക്കെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കിയതാണ്. ചീനാമുളകും ഇഞ്ചിയും കുറച്ച് വല്യുള്ളിയും കൂടിയും പരിപ്പിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അത് ചെത്തിയ വേസ്റ്റുകളാട്ടോ. അപ്പോൾ ഞാൻ ഓരോ സെറ്റാക്കിയാണ് ഇങ്ങനെ വെച്ചേക്കുകയാണ്. അതേമാതിരി ചേന, പച്ചവായ്ക്ക, ക്യാരറ്റ്, കറുമത്തി പറഞ്ഞാൽ നല്ല കട്ടിയുള്ള കറുമത്തി വേണം, അപ്പോഴാണ് നമുക്ക് നന്നാവുള്ളൂ. അപ്പോൾ വൈതളങ്ങൻ്റെ നെട്ടി. അപ്പോൾ അതേമാതിരി അര വല്യുള്ളിയും ഒരു തക്കാളിയും കൂടി ഈ പച്ചക്കറിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. വൈതളങ്ങൻ്റെ നെട്ടി പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ വൈതളങ്ങൻ്റെ നെട്ടി പറ്റൂല കേട്ടോ. ഇത് വീട്ടിലുണ്ടായിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു സോഫ്റ്റ് വേറെയാണ്. പിന്നെ പുളി വെള്ളത്തിലിട്ടത് പറഞ്ഞാൽ നമ്മൾക്ക് സാമ്പാർക്കും വേണം, അതേമാതിരി എനിക്ക് സമ്മന്തിപ്പൊടിക്കും വേണം. അപ്പോൾ പുളി നല്ലോണം കേക്ക് വെള്ളത്തിലിട്ട് സമ്മന്തിപ്പൊടിക്കുള്ളത് ഞാൻ അങ്ങനെ എടുത്തേക്കാണ്. മറ്റേത് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളാക്കി ഇട്ടുണ്ടായിരുന്ന അതൊക്കെ ഞാൻ തേങ്ങയിൽ നിന്ന് പെറുക്കി വെച്ചല്ല, അതും കല്ലുപ്പ്. അപ്പോൾ പൊടിപ്പാണ് വേണ്ടത്. പക്ഷേ ഞാൻ കുപ്പിയിൽ നോക്കുമ്പോൾ ഉപ്പ് കഴിഞ്ഞേക്കണം. അപ്പോൾ ഉപ്പിൻ്റെ ബോക്സിലും നമ്മൾ പാക്കറ്റ് വന്നായിട്ട് വാങ്ങി കൊണ്ടുവന്നേക്കലാണ് 4-5 പാക്കൊക്കെ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്ലുപ്പ് ഇട്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞതുകൊണ്ട് തന്നെ കല്ലുപ്പ് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മസാല, അതായത് മുളക് പൊടി തേങ്ങയാണത്. അപ്പോൾ ഈ മുളകും പൊടിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല. ഞങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്നുണ്ടാൽ ആ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, ഉപ്പും പുളിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പുളി നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് നന്നായിട്ട് തേങ്ങ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും എരിവൊക്കെ പുളിയൊക്കെ കറക്റ്റാന്ന് നോക്കട്ടോ. എന്നിട്ട് നമുക്കതിങ്ങനെ കുറേശ്ശായിട്ട് എണ്ണയിൽ വറുത്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതാ കറക്കി എടുത്തതാണ് കേട്ടത്. കറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വലിയ പൂവുകൾ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ അത് റെഡി ആവാൻ വേണ്ടി. പൂവ് പറഞ്ഞാൽ നമ്മൾ ചിരകിയ തേങ്ങൻ്റെതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറേ മുന്നത്താണത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇടാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ മോനോട് പറയണം. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഏതായാലും ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ അതും കൂടി തീരൊന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം, നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ചീനാമുളകും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി
ഒക്കെ ഇട്ട് കൊടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചക്കറി എല്ലാം കൂടി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു. അപ്പോഴേക്കും നമ്മളെ കുക്കർ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം. ഇതിലെന്തായാലും ഇത് വേവില്ല. അപ്പോൾ ഉപ്പും മഞ്ഞളൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഞങ്ങളോട് പറയാനുള്ളത് വൈതളങ്ങ തോല് ചെത്തിക്കാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേ കാണിച്ച് തരാം നിങ്ങൾക്ക്. തോല് ചെത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ സാമ്പാർക്ക് വെച്ചിൽ തോല് ചെത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞാൻ തോല് ചെത്തിക്കാണ്ട് റെഡിയാക്കിയെടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തേക്കാണ്. എണ്ണ പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കരിവേപ്പിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം ഒന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സമ്മന്തി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചെറിയ തീയിൽ വേണം നമ്മൾ ഇത് ഉലർത്തിയെടുത്ത് വരാൻ. അപ്പോൾ അത് കുറേ സമയം വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചാലും അത് കരിഞ്ഞു വരും. അപ്പോൾ നമ്മൾ കരിയാതെ വേണം ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാനും. അപ്പോൾ ഞാൻ സാമ്പാർ അതിൽ വേവില്ല. അപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കാണ്. പണിക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ട്രാക്ടറിൻ്റെ വേറെ ഡ്രൈവറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രാത്രി ഭക്ഷണം ഉണ്ടാവും. രാവിലെ ഉച്ചക്കൊന്നും കൊടുക്കണ്ട കേട്ടോ. അതൊക്കെ ഹോട്ടലിൽ നിന്നാണ് കൊടുക്കുക. പിന്നെ നമുക്ക് വീട്ടിൽ കൊട്ടൾമാരൊക്കെ പൊളിക്കണം. അങ്ങനത്തെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതിനൊക്കെയുള്ള പണിക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ സാമ്പാർ റെഡിയാക്കിയതാണ്. സാമ്പാറൊക്കെ ആകുമ്പോൾ ഞാൻ 2 ദിവസത്തിനൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഒരു ദിവസത്തിനല്ല, സാമ്പാറാകുമ്പോൾ 2 ദിവസം ഉണ്ടാക്കും. അതേമാതിരി കർമ്മത്തിയിൽ മോരരിച്ച കറിയാണെന്നുണ്ടെങ്കിൽ അത് 2 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ സമ്മന്തിപ്പൊടിയിൽ കുറച്ച് എണ്ണ കുറവാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മീനുണ്ട്, അയിലക്കുട്ടികളാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അതൊന്ന് വറ്റിച്ചെടുക്കുന്ന സമയത്താണ് ഞാൻ വൈതളങ്ങ തോല് ചെത്തിക്കാണ്ട് റെഡിയാക്കിയെടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വൈതളങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല നിങ്ങൾ, സമ്മന്തിപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വിചാരിച്ചിട്ടുണ്ടാവും എന്താ ഇത്ര കളർ എന്ന്. അപ്പം മുറ്റത്ത് എനിക്ക് നമ്മൾ അകത്തേക്ക് വെയിലിറക്കുന്നുണ്ട്. ആ ഭാഗത്ത് വെച്ചുകാണ്ട് വീഡിയോ എടുത്താൽ കേട്ടോ. നല്ല കളറ്. ക്യാമറയിൽ കൂടെ കാണുമ്പോഴാണ് അതിൻ്റെ കളറിൻ്റെ ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മീൻ വറ്റിക്കാൻ വേണ്ടിയിട്ട് പുളിവെള്ളവും തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ടുകാണ്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ വൈതളങ്ങ തോല് ചെത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ തോല് ചെത്തിയെന്ന് വെച്ചിട്ട് വൈതളങ്ങ അലിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽച്ച് ഞാൻ തോല് ചെത്താതെയാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് തോല് ചെത്തി റെഡിയാക്കിയിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലല്ല, ഞാൻ ഓരോ വീഡിയോകൾ കാണുമ്പോൾ പുറത്ത് ഉള്ള നാട്ടുകളിൽ ഇങ്ങനെ വൈതളങ്ങൻ്റെ തോല് ചെത്തിയിട്ട് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പറയാൻ പറ്റില്ല, അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അത്. അപ്പോൾ സാമ്പാർക്കുള്ള പുളിവെള്ളമാണത്. അപ്പോൾ അതിലേക്ക് സാമ്പാറിൻ്റെ പാക്കറ്റ് കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റ് അളവല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സാമ്പാർ. അല്ലെങ്കിലും ചെറിയ മുളക് ഇട്ടുകാണ്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മളൊക്കെ വീഡിയോകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ. എന്തായാലും ലൈക്കും ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളമൊക്കെ പാർന്നാൽ നമുക്കൊന്നും കൂടി തിളച്ച് വരണമല്ലോ. അപ്പോൾ അതിനും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കടുവൊക്കെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാം. പപ്പടം പൊരിക്കണം വെച്ചാൽ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ പപ്പടം പൊരിക്കണം ഇതിൻ്റെ ശേഷം അതിലുണ്ട് കടു വറുക്കലാണ് ചെയ്യൽ. അപ്പോൾ ഇന്ന് ഏതായാലും പപ്പടമൊന്നും പൊരിക്കണില്ല. അപ്പോൾ മീനും സാമ്പാറും മാത്രം അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പം ഇന്ന്. അപ്പോൾ കടുകും ഉണക്കമുളക് കരിവേപ്പിൻ്റെ ഇല അതേമാതിരി മല്ലിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതലൊന്ന് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. കായപ്പൊടിയും കൂടി ഇട്ടുകൊണ്ടൊന്ന് താളിച്ചെടുക്കുക. മല്ലിൻ്റെ ഇല അതേമാതിരി പുതിനൻ്റെ ഇലയും സാമ്പാർ കിട്ടാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയോണ്ടിട്ടാ. അപ്പോൾ ഞാൻ 2 പാത്രത്തിലേക്ക് ആക്കി കൊടുത്തുകൊണ്ട് അപ്പോൾ പണിക്കാർക്ക് അങ്ങനെ ഒരു പാത്രത്തേക്ക് അങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ അവർക്ക് ചോറ്റക്ക് വിചാരിച്ചു കണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ.
അപ്പോൾ നമ്മളെ ഭക്ഷണങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.